നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എല്ലാ ക്രിമിനലിസവും മറയ്ക്കാനുള്ള ആയുധമാക്കി മാറ്റുകയാണോ പർദ്ദയെ? അത് ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, പർദ്ദയോടുള്ള എൻ്റെ വിയോജിപ്പല്ല. പർദ്ദ എന്ന് പറയുന്ന ആ വസ്ത്രം ധരിക്കാത്ത പലരും അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കേണ്ട കാര്യം വരുമ്പോൾ, ഏതെങ്കിലും തോന്നിവാസം കാണിക്കുമ്പോഴൊക്കെ പർദ്ദ ധരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ബസ്സിനകത്തുണ്ടായ ഒരു ലൈംഗിക ആരോപണ ശ്രമം. അത് ലൈംഗിക ആരോപണ ശ്രമം എന്ന് പറഞ്ഞുകൂടാ, ഒരാൾ ലൈംഗികമായി തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടുള്ള ഒരു യുവതി, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു യുവതി, ആ യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ, ആ വീഡിയോ കാരണം ഒരാളുടെ ജീവൻ പോയത് നമ്മൾ കണ്ടതാണ്. അവർ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പർദ്ദ ഉപയോഗിക്കുന്നത് ചില വീഡിയോകളിലും മറ്റും കാണാനിടയായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പർദ്ദ ഉപേക്ഷിച്ച് തലയിൽ തട്ടം പോലും ഇടാതാണ് അവർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമുക്ക് കണ്ടറിയാം. തലയിൽ തട്ടം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പർദ്ദാധാരിയായി വീണ്ടും രംഗത്ത് വരുന്നു. സത്യത്തിൽ മുസ്ലിം വിഭാഗത്തിലെ ജനങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടത്. ചില ആൾക്കാർ ഇങ്ങനെ സ്വന്തം മതവിഭാഗങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു മതവിഭാഗങ്ങളുടെ ആളുകളായി മാറാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ റീച്ചും അതുപോലെ തന്നെ താൻ പർദ്ദ ഉപേക്ഷിച്ചു ഹിന്ദുവിനോടൊപ്പമാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് നടത്താനോ ഒക്കെയുള്ള വ്യഗ്രതയാണ് ഇതിന് പിന്നിൽ നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഒരു യുവതി കൃഷ്ണചിത്രം വരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഒരു ചിത്രം, ജീവിതത്തിൽ ഇന്ന് വരെ സ്കെച്ചിട്ട് വരച്ച ഒരു ചിത്രത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തലയിൽ തട്ടമിട്ട് നേരെ ഗുരുവായൂരിലെത്തുകയും ഗുരുവായൂരിൽ വരുന്നത് തൊഴാനാണെന്ന വ്യാജേന വന്നുകൊണ്ട് റീൽസ് എടുത്ത് താൻ ഹിന്ദുമതത്തെ മുസ്ലിം മതം ഉള്ള ആളായിട്ടും മുസ്ലിം മതത്തിൽപ്പെട്ട ആളായിട്ടും താൻ പിന്നീട് ഹിന്ദുമതത്തെ അങ്ങ് വല്ലാണ്ട് സ്നേഹിക്കുന്നുവെന്ന് വരുത്തി തീർക്കുകയും ചിലയിടങ്ങളിൽ കയറിക്കൂടാനുള്ള ശ്രമം നടത്തുകയും ചിത്രം പോവുകയും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവർ പർദ്ദ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് പർദ്ദയിൽ പ്രത്യക്ഷപ്പെടുന്നു, ഇടയ്ക്കിടയ്ക്ക് തന്റെ മതത്തെക്കുറിച്ച് പറയുന്നു. സത്യത്തിൽ അവർക്കൊന്നും ഒരു വിശ്വാസവും, ഞാൻ പറയുന്നത് ഒരു വിശ്വാസവുമില്ല. ഹിന്ദുമത വിശ്വാസിയാകണമെന്നോ മുസ്ലിം എല്ലാവർക്കും അവനവന്റെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനുള്ള അവകാശവുമുണ്ട്. എല്ലാവരോടും വളരെ സഹിഷ്ണുതയോടെ ഇടപെടാനുള്ള അവകാശവുമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എൻ്റെ ഹിന്ദുമത വിശ്വാസത്തെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് മുസ്ലിം മതവിശ്വാസികളെയും അതുപോലെ ക്രിസ്തു മതവിശ്വാസികളെയും. ഒരിക്കലും ഞാൻ മറ്റൊരാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ശ്രമിച്ചിട്ടില്ല. എനിക്ക് എത്രമാത്രം മതം പ്രിയപ്പെട്ടതായിരിക്കുന്നോ, ഞാൻ എത്രമാത്രം എൻ്റെ മതത്തോട് ഇഷ്ടവും സ്നേഹവും ആദരവും പുലർത്തുന്നുവോ, അതേ ആദരവ് എനിക്ക് മറ്റ് എല്ലാ മതസ്ഥരോടും മതവിഭാഗങ്ങളോടും അവരുടെ വിശ്വാസങ്ങളോടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലെ വിശ്വാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിശ്വാസികൾക്ക് ഏറ്റവും വലിയ കാര്യമാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും തന്നെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും അതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഒരു വിശ്വാസത്തോട് ഇപ്പം ഞാൻ എൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല, അതിനെ വിൽപ്പന ചരക്കാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് നാളെ ഞാനൊരു പർദ്ദയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു തട്ടമൊക്കെ ഇട്ട് പുറത്തിറങ്ങിയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് അപാരമായ റീച്ചും, ആരെങ്കിലും മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുക ഏതെങ്കിലും ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുക ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന അനന്ത സാധ്യതകളാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. പക്ഷേ ആ അനന്ത സാധ്യതകൾ എനിക്ക് ആവശ്യമില്ല എന്നും ഞാൻ ഏതു തരത്തിൽ വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തോടെ എനിക്ക് അത്രയേറെ കൂറും വിശ്വാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു വിശ്വാസങ്ങളെയും ഞാൻ ഹനിക്കാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ഹനിക്കരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ആ സ്ത്രീ പർദ്ദയിട്ടുകൊണ്ട് ഇന്നലെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? പർദ്ദ എന്ന് പറയുന്ന വേഷത്തെ പോലും അത് അപമാനിക്കലല്ലേ? ഒരു ക്രൈമിൽ അകപ്പെടുമ്പോൾ ഒരു മനുഷ്യനോട് കരുണയില്ലാതെ ഒരു മനുഷ്യൻ ആ വീഡിയോയിൽ ഒരിടത്തും അയാൾ അവരെ ആക്രമിക്കുന്നതായി കാണുന്നില്ല. താരതമ്യേന ഒരു ബസ്സിൽ ഉണ്ടാകുന്ന തിരക്കിനിടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ ഒന്ന് തട്ടുന്നത്, അല്ലെങ്കിൽ അത് തട്ടു വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് നോക്കിയാൽ ആ വീഡിയോ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എങ്ങനെയെങ്കിലും തട്ടു വാങ്ങിക്കാൻ കളഞ്ഞ് പരിശ്രമിക്കുന്ന സ്ത്രീയാണ്. സ്ത്രീ വിരുദ്ധത എന്ന് ആര് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ആ വീഡിയോ കാണുന്നവർക്കത് മനസ്സിലാകും. ആ ബസ്സിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളുമൊക്കെ പലപ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒരു പക്ഷേ നമ്മുടെ ആ ആം ചെയറിൽ കൈവയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ, നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഒന്നും കാണില്ല, അവരങ്ങ് ഇരിക്കുന്നത് അവരുടെ രീതിക്ക് ഇരിക്കുന്നതാവാം വളരെ കംഫർട്ടബിളായി. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ നമ്മൾ പറയുക, ഒന്ന് നൂർന്നിരിക്കൂ,
അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടത് അവസാനിപ്പിക്കുകയാണ് പതിവ്. നേരെ മറിച്ച് ആരും ബസ്സിൽ ചാടിക്കയറി അങ്ങനെ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും പ്രതികരിക്കണം. അന്നേരം തന്നെ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ആ സ്പോട്ടിൽ ഒരു പ്രതികരണവും നടത്താതെ ഒരു വീഡിയോ എടുത്ത് 2 ദിവസത്തിന് ശേഷം അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ തന്നെ അയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർത്ത് റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണോ റീച്ച് ഉണ്ടാക്കേണ്ടത്? സ്വന്തമായ ഐഡന്റിറ്റി ഇല്ലാതാണോ റീച്ച് ഉണ്ടാക്കേണ്ടത്? ഏതായാലും ഈ സ്ത്രീക്ക് അപാരമായ പരിഗണന ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇവരെ എല്ലാവരും ചോദിക്കുന്നവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന്. ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ വേറെ ഏതെങ്കിലും പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാമല്ലോ. SIയുടെ പ്രൈവറ്റ് വാഹനത്തിലല്ലല്ലോ അവരെ കൊണ്ടുപോകേണ്ടത്. അവരെ വേറെ ഏതെങ്കിലും സ്റ്റേഷന്റെ പോലീസ് ജീപ്പിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുക, മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുക, വേറെ ആശുപത്രിയിൽ കൊണ്ടുവന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവരെ പ്രൈവറ്റ് കാറിൽ കൊണ്ടുപോയി ഒരു MLA ആയ രാഹുൽ മാങ്കൂട്ടം, അയാൾ ഞാൻ അനുകൂലിക്കുന്ന ആളെയല്ല, പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്, MLA ആയെന്ന് അയാൾക്ക് കിട്ടാത്ത പ്രിവിലേജ് ഷിംജിത എന്ന് പറയുന്ന സ്ത്രീക്ക് കിട്ടുമ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന നടപടികൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പോകുന്ന നടപടികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. IT ആക്ട് പോലും ഇതുവരെ, അതായത് സൈബർ വഴി നടന്ന ഒരു സംഭവത്തിന്റെ പിന്നിലുണ്ടായ കൊലയാണ്, പക്ഷെ IT ആക്ട് ഇതുവരെ അതിൽ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഈ കേസിന്റെ നാൾവഴികൾ എങ്ങോട്ടാണ് എന്ന്. ഏതായാലും പർദ്ദ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വിശുദ്ധമായ വേഷത്തെ ഈ സ്ത്രീ അപമാനിക്കുകയായിരുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എതിർപ്പുയർത്തേണ്ടത്. അവർ പർദ്ദ ഇട്ടുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പർദ്ദ ഇടുന്നു വിശ്വാസിയാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ ഒരു പിന്തുണ നേടാനാണോ ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ മനുഷ്യത്വമുള്ള ഒരാളും ഒരു രാഷ്ട്രീയം നോക്കി ഈ വിഷയത്തിൽ ഒരു പിന്തുണ കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഒരു വ്യക്തി, ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തി, അയാളെ കുടുക്കിട്ട് പിടിച്ചതുപോലെ അയാളുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെന്ന് പറയുന്നു. അയാൾ അന്ന് പിൻവലിച്ച 45,000 രൂപ, 2 ദിവസത്തിനകമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. 45,000 രൂപ പിൻവലിച്ചത് എന്തിനാണ്? ആദ്യത്തെ വീഡിയോ തന്നെ 2 മില്യൺ കഴിയുന്നു. അപ്പോൾ അവർക്കെതിരെ കമന്റ് വന്ന സമയത്താണ് അവർ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നു, തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതിന് മുമ്പ് ശ്രമം ഉണ്ടായി, വേറെ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉയർത്തിയത്. നിസ്സഹായനായ പുരുഷൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾ പുരോഗമിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ പുരോഗമനം അത് മോശമായ അർത്ഥത്തിലുള്ള പുരോഗമനമാകരുത് എന്നാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഇത് പുരോഗമനമല്ല, ഇത് അധോഗമനമാണ്. ഒരു പുരുഷനെ അയാൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെ അയാളുടെ അടുത്തേക്ക് ചെന്ന് ഇടിച്ച ശേഷം വീഡിയോ എടുത്ത്, അതൊരു പുരോഗമനമല്ല, അധോഗമനമാണ്. ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ളതല്ല പുരോഗമനം. നല്ല രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നിടത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പുരോഗമനം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പർദ്ദയെ കൂടി ഈ വിഷയത്തിൽ അപമാനിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നിങ്ങളാണ്. ഇങ്ങനെ പലരും തോന്നിവാസം കാണിക്കുന്ന പലരും പർദ്ദയും ഇട്ട് ചില സമയങ്ങളിൽ ഇറങ്ങാറുണ്ട്. ഇത്തരത്തിൽ പർദ്ദയിട്ടിറങ്ങി ചില പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാരെ ഞാൻ പറഞ്ഞു. അവർ മതം, നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ പറയാം, മതത്തിനകത്തു നിന്നും പറയാം, മതത്തിന് പുറത്തു നിന്നും പറയാം. പക്ഷെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത ശേഷം പർദ്ദയെ മറയാക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ പിന്നീട് എവിടെയും പർദ്ദയിട്ട് നമ്മൾ കാണുന്നില്ല. അവരുടെ വീഡിയോ കാണാം, സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോ കാണുന്ന ആളുകൾ അവർ പർദ്ദ ഉപയോഗിക്കുന്ന സ്ത്രീയേ അല്ല. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ അവർ പർദ്ദയിലേക്ക് മാറി, അല്ലെങ്കിൽ പർദ്ദ ഉപേക്ഷിച്ചതിന്റെ പർദ്ദയ്ക്കുള്ളിലേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്.